ഇൻസ്റ്റയിൽ ഒരു റീലും കണ്ട് ഒരു ദിവസം സന്ധ്യയാവാറായപ്പോൾ അതും കാറ് എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നിട്ടും കൂടി ഓട്ടോയൊക്കെ പിടിച്ചാണ് ഞങ്ങൾ ഒരാവശ്യമില്ലാതെ ഈ കാണുന്ന മഹാമേളയ്ക്ക് മഹാത്ഭുതത്തിന് ഓടിയെത്തിയത്. എന്താണെന്നറിയാൻ ഒരു ആകാംക്ഷ. ഇതൊരു 3-4 ആഴ്ച മുമ്പ് നടന്നൊരു കാര്യമാണ്. നമ്മുടെ ടൗണിൽ ഇതേ ഇങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ എനിക്ക് കൂട്ടായിട്ട് അച്ചു കൂടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള എന്ത് പരിപാടി വന്നാലും ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ലാസ്റ്റ് ഡേ ഇന്നാണെന്ന് അറിഞ്ഞപ്പോൾ മിസ് ചെയ്യേണ്ട എന്ന് കരുതി കേട്ടോ. നമുക്ക് ഡെയിലി ലൈഫിലേക്ക് വേണ്ട സർവ്വമാന സാധനങ്ങളും ഇവിടെ കണ്ടു. അത് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് റേറ്റും ക്വാളിറ്റിയൊക്കെ കണ്ടിട്ട് നമുക്ക് തന്നെ തീരുമാനിക്കാം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനത്തിന് ഭയങ്കര ഓഫർ കണ്ടിട്ട് അതെങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് കരുതി വന്നാട്ടെ. വേറെ ഒന്നും വാങ്ങിക്കാൻ ഞങ്ങൾക്ക് പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ നമുക്കിതിങ്ങനെ കണ്ടു നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അച്ചു ദേ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് പ്രാന്താണ്. ദേ കമന്ന് വീണ് കിടന്നാണ് തപ്പുന്നത് കേട്ടോ. ഈ ക്ലോ ക്ലിപ്സിന്റെ വലിയൊരു കളക്ഷൻ അവൾക്കുണ്ട്. എവിടെ കണ്ടാലും അവൾക്കും വാങ്ങിക്കും, പാക്കറ്റ് കണക്കിന് എനിക്കും വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ. ഇത് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഞാൻ എവിടെ പോകുമ്പോഴും ദേ ഈ സിന്ദൂരം കാണുമ്പോൾ ഞാനൊന്ന് വാങ്ങിക്കണം എന്ന് വിചാരിക്കും. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ സിന്ദൂരം തൊട്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ആരും സിന്ദൂരം വെച്ച് കണ്ടിട്ടില്ല. ചേച്ചിമാരും എൻ്റെ അമ്മച്ചി ഒന്നും വെച്ച് കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ചില സമയത്തൊക്കെ സാരിയൊക്കെ ഉടുക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് സിന്ദൂരം വെച്ച് എങ്ങനെ ഇരിക്കുമെന്ന് വെച്ച് നോക്കണം എന്നൊക്കെ. പക്ഷേ അവിടെയും കണ്ടു, ഞാൻ എടുത്തില്ല. ഒത്തിരി ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഇത് ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതലും പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. എനിക്ക് അതത്ര പ്ലാസ്റ്റിക് ഒക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അതിനോടൊന്നും വലിയൊരു അട്രാക്ഷൻ ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഇത് ഈ പച്ചക്കറി വിത്തുകളും ചെടികളുടെ വിത്തുകളും ഒക്കെ കുറെ കണ്ടു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കൊന്ന് വാങ്ങിച്ചാലോ എന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ വാങ്ങിച്ചില്ല. എനിക്കിങ്ങനെ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കും. സാധാരണ ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്ത് പോകുമ്പോഴാണ്. എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ ആവശ്യമുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി പോകുമ്പോഴാണ് ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ വന്ന് ചുമ്മാ നോക്കി കണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഇത് ആവശ്യമുണ്ടോ, അഥവാ ഇനിയിപ്പം ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചെങ്കിലും പിന്നീട് എനിക്ക് ഭയങ്കര റിഗ്രഷൻ ആയിരിക്കും, ആവശ്യമില്ലാത്തതായിരുന്നു, ഇത് വാങ്ങിക്കണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ വമ്പൻ ഒരു ഓഫർ കണ്ട ഐറ്റം ആണ് ഇത് ഞങ്ങളുടെ തൊട്ട് മുന്നിൽ ഇരിക്കുന്നത് കേട്ടോ. 199 രൂപയ്ക്ക്, വെറും 199 രൂപയ്ക്ക് 20 ചെടിച്ചട്ടികളായിരുന്നു റീലിൽ കണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ചെടിച്ചട്ടിയുടെ സൈസ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടടിച്ചു പോയി. വളരെ സുന്ദരമായി പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കേട്ടോ. 200 രൂപയ്ക്ക് 20 എണ്ണം ഓഫർ ചെയ്തിരുന്ന ഈ ചെടിച്ചട്ടി ഇതാണ് കേട്ടോ. ഇത്ര ചെറിയ സൈസ് നമുക്ക് ആവശ്യമില്ല, ഞങ്ങൾ വാങ്ങിക്കാറില്ല. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ചട്ടിക്ക് പുറത്തുള്ളതിനേക്കാളും കുറച്ചുകൂടെ വില കൂടുതലാണെന്ന് തന്നെ പറയും. അതുകൊണ്ട് ചട്ടികളൊന്നും വാങ്ങിക്കാൻ നമ്മൾ ട്രൈ ചെയ്തില്ല. പിന്നെ ഈ സെറാമിക് പോട്ട്സ്, ഭരണികളൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് കിച്ചണൊക്കെ എസ്തെറ്റിക് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചു വെക്കാൻ പറ്റുന്നതാണ്. ഈ ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഞാൻ ഇതൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അങ്ങോട്ട് ആലോചനയിൽ വെച്ചിട്ടേ ഉള്ളൂ. പെട്ടെന്ന് വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര എണ്ണം വേണം, എവിടെയൊക്കെ വെക്കാൻ വേണം, എന്തൊക്കെ ഇട്ട് വെക്കാൻ വേണം എന്നൊന്നും എന്റെ മനസ്സിലിപ്പോൾ ഇല്ല. അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല. എന്നാലും എന്റെ ഒരു ചിന്ത, ആളുകൾ എന്തിനാണോ ഇത്രയും പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വാങ്ങി കൂട്ടിക്കൊണ്ട് പോകുന്നത്. എന്നതായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല തുമ്മലിന്റെ അസുഖം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്ത് ചാടി കേട്ടോ.